ക്രിസ്തുവാണ് നമ്മുടെ ഏറ്റവും വലിയ നിധി. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിലെ യേശു സ്വർഗരാജ്യത്തെക്കുറിച്ച് 3 ഉപമകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. നിലത്തിൽ മറഞ്ഞിരിക്കുന്ന നിധി, അമൂല്യമായ മുത്ത്, വലിയ വല. ഈ 3 ഉപമകൾക്കും ഒരു പൊതു സന്ദേശമുണ്ട്. ദൈവരാജ്യം കണ്ടെത്തുന്നവൻ തൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം കണ്ടെത്തുന്നു. ഒരു മനുഷ്യന് വയലിൽ മറഞ്ഞിരിക്കുന്ന നിധി കണ്ടെത്തി ആ നിധിയുടെ വില മനസ്സിലാക്കിയപ്പോൾ സന്തോഷത്തോടെ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ സ്വന്തമാക്കി. മറ്റൊരാൾ വിലയേറിയ മുത്തുകൾ തേടുകയായിരുന്നു. എന്നാൽ അത്യപൂർവമായ ആ മുത്ത് കണ്ടപ്പോൾ മറ്റെല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് അത് സ്വന്തമാക്കി. യേശു പറയുന്നത് വ്യക്തമാണ്. ക്രിസ്തുവിനെ കണ്ടെത്തിയ ജീവിതം ഏറ്റവും വലിയ സമ്പത്ത് കണ്ടെത്തിയ ജീവിതമാണ്. ഒരു പ്രായമായ അധ്യാപകൻ വിരമിച്ച ശേഷം തൻ്റെ മുൻ വിദ്യാർത്ഥികളെ കാണുവാൻ ക്ഷണിച്ചു. എല്ലാവരും നല്ല ജോലികളിലും ഉയർന്ന സ്ഥാനങ്ങളിലുമായിരുന്നു. സംസാരത്തിനിടയിൽ എല്ലാവരും ജീവിതത്തിലെ സമ്മർദ്ദങ്ങളെയും പ്രശ്നങ്ങളെയും കുറിച്ച് പരാതിപ്പെട്ടു. അധ്യാപകനായിട്ട് അടുക്കളയിൽ പോയി ഒരേ കാപ്പി വ്യത്യസ്ത കപ്പുകളിൽ കൊണ്ടുവന്നു. ചിലത് സ്വർണ്ണക്കപ്പുകൾ, ചിലത് വെള്ളിക്കപ്പുകൾ, ചിലത് സാധാരണ ഗ്ലാസ് കപ്പുകൾ, ചിലത് പ്ലാസ്റ്റിക് കപ്പുകൾ. എല്ലാവരും ആദ്യം വിലയേറിയ കപ്പുകൾ തന്നെ തിരഞ്ഞെടുത്തു. അപ്പോൾ അധ്യാപകൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടിയിരുന്നത് കാപ്പിയായിരുന്നു, പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചത് കപ്പുകളെയാണ്. ജീവിതവും അങ്ങനെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ. ദൈവം തരുന്ന യഥാർത്ഥ സമ്മാനം ജീവിതവും അവിടുത്തെ സ്നേഹവുമാണ്. പണം, പ്രസ്ഥാനം, പ്രശസ്തി ഇവ കപ്പുകൾ മാത്രമാണ്. കാപ്പിയേക്കാൾ കപ്പിന് പ്രാധാന്യം കൊടുത്താൽ ജീവിതത്തിൻ്റെ യഥാർത്ഥ രുചി നഷ്ടമാകും. അത്ര ആഴമുള്ള സത്യമാണിത്. പലപ്പോഴും നാം കപ്പുകളെ തേടിക്കൊണ്ട് നിധിയെ നഷ്ടപ്പെടുത്തുന്നു. പണത്തിനും സൗകര്യങ്ങൾക്കും പിന്നാലെ ഓടുമ്പോൾ ദൈവത്തിനും കുടുംബത്തിനും പ്രാർത്ഥനയ്ക്കും സമയം നഷ്ടമാകുന്നു. എന്നാൽ യേശു പറയുന്നു, ആദ്യം ദൈവരാജ്യം അന്വേഷിക്കുവിൻ. സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് യേശു വലയെക്കുറിച്ച് പറയുന്നുണ്ട്. നല്ല മീനുകളും മോശം മീനുകളെയും ഒരുപോലെ വലയിൽ കിട്ടുന്നു. അവസാന നിമിഷം മാത്രമാണ് വേർതിരിവ്. അതുപോലെ ദൈവം എല്ലാവരെയും സ്നേഹത്തോടെ വിളിക്കുന്നു. എന്നാൽ ആ വിളിക്ക് നാം നൽകുന്ന മറുപടിയാണ് നമ്മുടെ നിത്യഭാവിയെ നിർണയിക്കപ്പെടുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഒരു ചോദ്യം മുഴങ്ങിക്കേൾക്കട്ടെ. എൻ്റെ ഏറ്റവും വലിയ നിധി ആരാണ്? യേശുവാണോ അതോ മറ്റെന്തെങ്കിലുമോ? യേശുവിനെ നിധിയായി സ്വീകരിക്കുന്നവർക്ക് ത്യാഗം പോലും സന്തോഷമാകും. വിശ്വാസം ഭാരമാകില്ല, അനുഗ്രഹമാകും. ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ലോകം നൽകുന്ന താൽക്കാലിക സമ്പത്തിനേക്കാൾ നിന്നെ തിരഞ്ഞെടുക്കുവാനുള്ള ജ്ഞാനം എനിക്ക് തരണമേ. നീ ആകട്ടെ എൻ്റെ ഏറ്റവും വലിയ നിധി. എൻ്റെ ഹൃദയം നിന്റെ രാജ്യത്തിനായി ജീവിക്കട്ടെ. ആമേൻ.